അപ്പോൾ ഡിലൈറ്റിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആപ്പിൾ ഐഫോൺ 16 പ്രോ മാക്സ് ആണ്. ഇതിൻ്റെ 256 GB വേരിയൻ്റ് ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞൊരു കളറാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദുബായ് മാർക്കറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4150 AED മാത്രമാണ് ഇതിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിത് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയാൽ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസൈനിനെ പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഈ ഒരു മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബോഡിയുടെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 163/73 8.3 മില്ലിമീറ്ററിൻ്റെ 227 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഫോണാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസും സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനും, ബാക്കിൽ ഗ്ലാസിൻ്റെ തന്നെ ആ ഒരു ബോഡി, ടൈറ്റാനിയം ഫ്രെയിമിൻ്റെ ഗ്രേഡ് 5 കൂടിയ ഫ്രെയിമുമാണ് ഈ ഒരു ഫോൺ ആപ്പിൾ നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഐഫോൺ 15 മുതൽ ടൈപ്പ് സി പോർട്ടായിട്ടാണ് വരുന്നത്. നമ്മുടെ ലൈറ്റ്നിങ് പോർട്ടൊക്കെ ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഐഫോൺ 15 മുതൽ നമുക്ക് ടൈപ്പ് സിയിലേക്ക് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് സി ചാർജർ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു സൈഡിൽ നമുക്ക് മൈക്കും മറ്റേ സൈഡിൽ നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. മുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വലതുവശത്തായിട്ട് നമുക്ക് പവർ ബട്ടണുണ്ട്, അതുപോലെ തന്നെ ക്യാമറ ടച്ച് ബട്ടണുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ലൈഡാർ സെൻസർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ക്യാമറ കാണാൻ സാധിക്കും. മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ ആണ്. 1.8 അപ്പറേച്ചറും അതുപോലെ 24 mm വൈഡ് ആംഗിളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഡ്യുവൽ പിക്സൽ PDF സെൻസർ ഷിഫ്റ്റ് വരുന്നുണ്ട്. OIS ക്യാമറയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ടെലിഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. കൂടാണ്ട് അൾട്രാവൈഡിൻ്റെ ഒരു ക്യാമറയും വരുന്നുണ്ട് 48 മെഗാ പിക്സലിൻ്റെ. 12 മെഗാ പിക്സലാണ് ഇതിൻ്റെ ടെലിഫോട്ടോ ക്യാമറ വരുന്നത്. പിന്നെ ഒരു ലൈഡാർ സെൻസർ വരുന്നുണ്ട്. TOF 3D ലൈഡാർ സ്കാനറാണ് വരുന്നത്, ഡെപ്ത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 227 ഗ്രാം വരുന്നുണ്ട്. 8.01 ounce വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LTPO സ്ക്രീനാണ്. സൂപ്പർ റെറ്റിന XDR OLED സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സിൻ്റെ HDR10 ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന 1000 നിറ്റ്സിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ 2000 നിറ്റ്സിൻ്റെ ഹൈ ബീം ബ്രൈറ്റ്നസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6.9 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. ബോഡി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിതിനകത്ത് ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ റിയർ ഗ്ലാസ് ടൈറ്റാനിയം ബോഡിയാണ് വരുന്നത്. നല്ല ഫിനിഷിംഗ് ആണ് അതിന് വരുന്നത്. ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് നല്ല ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു മാക്സ് മോഡലാണെങ്കിൽ കൂടി ഇതിനകത്ത് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ആപ്പിൾ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കളറാണെങ്കിലും ആ ഒരു ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞ കളറായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു കളറാണത് ആപ്പിൾ ലൈനപ്പിൽ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രീന് കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 460 PBയുടെ ഡെൻസിറ്റി വരുന്ന സ്ക്രീനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സെറാമിക് ഷീൽഡിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. MOHS ലെവൽ 4 പ്രൊട്ടക്ഷൻ വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ OS നോക്കുകയാണെങ്കിൽ iOS 18 നമുക്കിതിനകത്ത് ആദ്യം വന്ന സമയത്ത് ഇതിനകത്ത് ലോഞ്ച് ആയതിനു ശേഷം പിന്നീട് ഇത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഏറ്റവും പുതിയ iOS 26 നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ചിപ്സെറ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആപ്പിൾ A18 Pro എന്ന് പറഞ്ഞ 3 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ് ഇതിന് വരുന്നത്. ഹെക്സാ കോർ പ്രൊസസ്സറുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ GPU 6 കോർ ഗ്രാഫിക്സും വരുന്നുണ്ട്. ഇപ്പോൾ ഗെയിമേഴ്സിനൊക്കെ പറ്റിയൊരു ഫോൺ തന്നെയാണ് ഈ ഒരു 16 പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പിൾ ഐഫോൺ വേരിയൻ്റ് വരുന്നത്. 120 ഹെർട്സിൻ്റെ LTPO സൂപ്പർ റെറ്റിന HDR OLED സ്ക്രീനാണ് വരുന്നത്. HDR10 സപ്പോർട്ട് ചെയ്യും.
അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ടാണ് അത് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ OS ഒക്കെ തന്നെ വളരെ ഫാസ്റ്റാണ്, അതുപോലെ വളരെ സ്മൂത്തുമായിട്ടാണ് ഇതിൻ്റെ OSും കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നത്. നമുക്കത് മൂവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും 60 ഹെർട്സും 120 ഹെർട്സും ഡിസ്പ്ലേ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. 256 GB മെമ്മറിയുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോൺ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ കിട്ടുന്നുണ്ട്. അതും നമുക്കിതിനകത്ത് ബയോമെട്രിക് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 3D ആണ് വരുന്നത്. പിന്നെ ഡോൾബി വിഷൻ HDR സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4Kയിൽ 24, 35, 4Kയിൽ 24, 25, 30, 60 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും സെൽഫി ക്യാമറ വെച്ചിട്ട്. നമുക്കിന് റിയർ ക്യാമറ വെച്ചിട്ടാണെങ്കിൽ 4Kയിൽ 24, 25, 30, 60, 100, 120 FPS വരെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു റിയർ ക്യാമറ വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 4Kയിൽ 120 FPS ഇട്ടിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മൂവിയൊക്കെ ഈ ഒരു ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. അത്രയ്ക്കുള്ള ഒരു ക്യാമറേൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിനകത്ത് ലൗഡ് സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കറായിട്ടാണ് വരുന്നത്. നമുക്കിനകത്ത് ജാക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനായിട്ട്. Type-C വെച്ചിട്ടുള്ള നമുക്ക് ആപ്പിളിൻ്റെ തന്നെ നമുക്ക് Type-C ആയിട്ടുള്ള ഹെഡ്ഫോൺ, അതുപോലെ തന്നെ Type-C വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഹെഡ്ഫോണും നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വൈഫൈ സപ്പോർട്ട് നമുക്ക് 802.11 സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ഹോട്ട്സ്പോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ട്രൈ ബാൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ആണെങ്കിലും 5.3 8DP വരുന്നുണ്ട്. GPS, GLO, NASSും അതുപോലെ തന്നെ നമുക്ക് BDS എല്ലാം വരുന്നുണ്ട്. NFC സപ്പോർട്ട് ചെയ്യും. ആപ്പിൾ നമുക്ക് ആപ്പിൾ പേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. 3.2 ജനറേഷൻ അത് 2. അതേപോലെ തന്നെ നമുക്ക് Type-C വെച്ചിട്ട് നമുക്കത് വേണമെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുള്ളത്. ഫേസ് IDയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രോക്സിമിറ്റി കോമ്പസ്, പിന്നെ ബാരോമീറ്ററൊക്കെ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ബാൻഡ് സപ്പോർട്ട് ചെയ്യും. Gen 2 ചിപ്പാണ് വരുന്നത്. പിന്നെ നമുക്ക് 4685 മില്ലി ആംപിയർ ബാറ്ററിയാണ് ഇതിന് ആപ്പിൾ നൽകിയിരിക്കുന്നത്. വയർഡ് ചാർജിങ് വരുന്നുണ്ട്. അതല്ല നമുക്ക് മാക്സ് സേഫ് വെച്ചിട്ട് വേണമെങ്കിൽ വയർലെസ് ആയിട്ടും ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ബ്ലാക്ക് ടൈറ്റാനിയം, പിന്നെ വൈറ്റ് ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം, ഡെസേർട്ട് ടൈറ്റാനിയം, അങ്ങനെ 4 കളർ ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞ ആ ഒരു ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രൈസൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. 4150 AD ആണ് നമുക്കിത് ദുബായ് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഓഫ്ലൈനിൽ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷോപ്പിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഇത് TDRA സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റാണ്. എന്ന് പറഞ്ഞാൽ UAE രജിസ്റ്റേർഡ് മൊബൈലാണ്. TRA വെർഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ മേജറായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. നമ്മളിതിനകത്ത് ഗെയിമിങ്, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഗെയിമിങ്, മൊബൈൽ ലെജൻഡ്സ്, അതുപോലെ തന്നെ PUBG ഇങ്ങനെയുള്ള ഗെയിമെല്ലാം തന്നെ അതിനകത്ത് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് നമ്മൾ മാക്സിമം എല്ലാ വീക്കിലും അല്ലെങ്കിൽ ഡെയിലി ബേസിസിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമുക്ക് ഈ ഒരു ആപ്പിൾ iPhone 16 Pro Maxൻ്റെ വീഡിയോയിൽ പറയാനുള്ള. മറ്റൊരു വീഡിയോയിലുമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.